ഹലോ എവരിവൺ, വൺസ് അഗൈൻ വെൽക്കം ടു വിങ്സ് ഓൺലൈൻ. നമ്മൾ ഇന്ന് ക്ലാസ് 9 ഇംഗ്ലീഷിലെ സീ ഫീവർ എന്ന പോയത്തിന്റെ അപ്രിസിയേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ സീ ഫീവർ എന്ന് പറഞ്ഞ പോയി എടുത്തു കഴിഞ്ഞതാണ്. ഇനി തന്നെ നമുക്ക് അപ്രിസിയേഷൻ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ നോട്ടിൽ വേറെ സെപ്പറേറ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു അപ്രിസിയേഷൻ ആണ് നമ്മൾ ഈ ഓൺലൈനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്കറിയാം സീ ഫീവർ ആരെ എഴുതിയിരിക്കുന്നത്? ജോൺ മെയ്സ്ഫീൽഡ് എന്ന് പറഞ്ഞ ഓഥറാണ് സീ ഫീവർ എന്ന ഈ കവിത അല്ലെങ്കിൽ ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്തിനെ പറ്റിയാണ് സീ ഫീവർ. നമുക്കറിയാലേ, ഫീവർ എന്ന് വെച്ചാൽ പനിയാണ്, പക്ഷെ ഇത് കടൽ പനി അങ്ങനെ പറഞ്ഞ വാക്കുകളൊന്നും ഇല്ല. പക്ഷെ എന്താണ്? സീനോടുള്ള, അതായത് കടലിനോടുള്ള ഒരു അതിയായ ഭ്രമം അല്ലെങ്കിൽ കടലിനോടുള്ള ഒരു ഒബ്സഷൻ, വീണ്ടും വീണ്ടും കടലിലേക്ക് പോകാനുള്ള ഒരു സെയിലറിന്റെ ആഗ്രഹം, അതാണ് നമ്മൾ ഈ പോയത്തിലൂടെ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ അപ്രിസിയേഷൻ വായിച്ചു നോക്കാം. 3 പാരഗ്രാഫ് ആയിട്ടാണ് നോക്കിയേ, 3 പാരഗ്രാഫ് ആയിട്ടാണ് ഈ അപ്രിസിയേഷനോട് തന്നിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ നോക്കാം. സീ ഫീവർ ബൈ ജോൺ മെയ്സ്ഫീൽഡ് ഈസ് അബൌട്ട് ദ പോയിറ്റ്സ് ഡീപ് ഡിസയർ ടു ഗോ ബാക്ക് ടു ദ സീ. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയ പോലെ തന്നെ സീ ഫീവർ എന്ന് പറഞ്ഞ ഈ ഒരു കവിത എഴുതിയിരിക്കുന്ന ആരാണ്? ജോൺ മെയ്സ്ഫീൽഡ് ആണ്. ജോൺ മെയ്സ്ഫീൽഡ് എന്തിനെ പറ്റിയാണ്? അബൌട്ട് ദ പോയിറ്റ്സ് ഡീപ് ഡിസയർ ടു ഗോ ബാക്ക് ടു ദ സീ. കടലിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു അതിയായിട്ടുള്ള ആഗ്രഹം ആർക്കുണ്ട്? നമ്മളെ ജോൺ മെയ്സ്ഫീൽഡിന് അല്ലെങ്കിൽ ഇതിന്റെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള ഓഥറിനെ ഉണ്ട്. അപ്പോ അതിനെ പറ്റിയാണ് ഈ പോയം ബേസിക്കലി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ നോക്കുക. ഹി ലവ്സ് ദ ഫ്രീഡം, ജോയ് ആൻഡ് അഡ്വഞ്ചർ ഇറ്റ് ബ്രിങ്സ്. ഈ കടലിലേക്ക് വീണ്ടും വീണ്ടും പോകുമ്പോൾ ഇയാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇയാൾക്ക് ഒരു സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു അഡ്വഞ്ചർ, ആ ഒരു സന്തോഷം, ആ ഒരു ജോയ്നെസ് ഒക്കെ ഇയാൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മളുടെ ഈ പറയുന്ന പോയത്തിലെ സെയിലർ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കടലിൽ പോകാനുള്ള ഒരു ഒബ്സഷൻ, വീണ്ടും വീണ്ടും അങ്ങോട്ട് പോകാനുള്ള ഒരു ആഗ്രഹം ഒക്കെയാണ് ബേസിക്കലി ഈ പറയുന്ന പോയത്തിൽ പറഞ്ഞു വെക്കുന്ന മെയിൻ ഐഡിയാസ്. അപ്പൊ അടുത്ത ലൈൻ നോക്കാം. The poem describes the sights and sound of the sea. അതായത് ഈ പോയത്തിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോ സ്റ്റാൻസസിലും എന്തിനെ പറ്റിയൊക്കെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇയാൾ വീണ്ടും വീണ്ടും കടലിലേക്ക് പോകുന്നതിന് പ്രത്യേകം റീസൺസ് പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങളാണ്. കുറച്ച് സൈറ്റുകൾ, കടലിന്റെ കാഴ്ചകളെ പറ്റി പറയുന്നുണ്ട്. സൗണ്ട് ഓഫ് ദ സീ, കടലിൽ കേൾക്കാൻ പറ്റുന്ന സൗണ്ടുകളെ പറ്റി പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ദ ടോൾ ഷിപ്പ് ഫസ്റ്റ് പറയുന്നുണ്ട്. അയാൾക്ക് പോകാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അവിടെ പോകാൻ വേണ്ടി അയാൾ ചോദിക്കുന്ന കുറച്ച് സംഭവങ്ങൾ. മെയിൻ സംഭവം എന്താണ്? ദ ടോൾ ഷിപ്പ്. നമ്മുടെ ഈ പോയത്തിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ ടോൾ ഷിപ്പിന്റെ ആ ഒരു പായ് കപ്പൽ പോലത്തെ ആ ഒരു കപ്പലിന്റെ ഫോട്ടോ. അപ്പോൾ അയാളോട് പോകാനായിട്ട് അയാൾ ആദ്യമായിട്ട് ചോദിക്കുന്ന ഒരേ ഒരു സംഭവം എന്താണ്? ദ ടോൾ ഷിപ്പാണ്, അങ്ങനെ ഒരു പായ് കപ്പലാണ്. കാരണം എന്താണ്? അതില്ലാണ്ട് അയാൾക്ക് അവിടെ പോകാൻ പറ്റില്ല. അടുത്തായിട്ട് വൈറ്റ് സെയിൽസ്, അതായത് ഈ പറയുന്ന പായ് കപ്പലിൽ നമ്മൾ ആ ഫോട്ടോയിൽ കാണാം കുറച്ച് വൈറ്റ് കളറിലുള്ള തുണി ഇങ്ങനെ കാറ്റൊരുമ്പോ അടിക്കും. അതടിച്ചിട്ടാണ് ഈ സംഭവം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു വൈറ്റ് സെയിൽസ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ വിൻഡ്, കാറ്റുകൾ ഇയാൾക്ക് അനുഭവിക്കണം. അതേപോലെ തന്നെ വേവ്സ്, ഈ പറഞ്ഞ തിരമാലകൾ ഇയാൾക്ക് അനുഭവിക്കണം. അതേപോലെ തന്നെ എന്താണ്? മിസ്റ്റി മൗണ്ട്സ്, മൂടൽ മഞ്ഞൊക്കെ നിറഞ്ഞ ആ ഒരു പുലർച്ചെ സമയം, ഡോൺ സമയമാണ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് പോയത്തിൽ. അപ്പൊ അതൊക്കെയാണ് ഇയാൾക്ക് ബേസിക്കലി ഇയാൾ ഈ പറയുന്ന പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന കുറച്ച് സൈറ്റുകളും അതേപോലെ തന്നെ സൗണ്ടുകളും. ഏതൊക്കെയാണ്? ഈ പറയുന്ന ടോൾ ഷിപ്പ്, എന്താണ് ഇയാൾക്ക് പോകാൻ വേണ്ടത്? ടോൾ ഷിപ്പ് വേണം. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ ഇയാൾക്ക് അനുഭവിക്കണം എന്നൊക്കെ പറയുന്നില്ല. അതിൽ മെയിൻ ആയിട്ട് സൈറ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സംഭവങ്ങളാണ് ടോൾ ഷിപ്പ്, ആ ഒരു പായ്ക്കപ്പല്, അതിന്റെ ഷിപ്പിൽ തന്നെയുള്ള വൈറ്റ് സെയിൽസ്, അവിടെ അനുഭവിക്കുന്ന കാറ്റുകൾ, തിരമാലകൾ, മിസ്റ്റി മോർണിംഗ്സ്, ഇതൊക്കെയാണ് ബേസിക്കലി ഒരു കുറച്ച് ഇമേജറീസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ദ പോയിന്റ് ഫീൽസ് എ സ്ട്രോങ് കോൾ ഓഫ് ദ ടൈഡ്. അപ്പം പറയാൻ ദ പോയിന്റ് ഫീൽസ് സ്ട്രോങ് കോൾ ഓഫ് ദ ടൈഡ്. ഈ പറയുന്ന തിരമാലകളൊക്കെ ഇദ്ദേഹത്തിന് വിളിക്കുന്നതായിട്ടാണ് അടുത്ത സ്റ്റാൻസാസിൽ ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞേക്കുന്നത്. അതായത് വീണ്ടും വീണ്ടും ഈ പറയുന്ന തിരമാലകൾ ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കടലിലേക്ക് വരാൻ. അപ്പൊ ആ ഒരു കോൾ ഇയാൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഭയങ്കര ക്ലിയറും ഭയങ്കരമായിട്ട് എന്താണ് സ്ട്രിക്റ്റ് ആയിട്ട് ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് ഒരിക്കലും ഇനി ഇല്ല, ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇയാൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ അധികം ക്ലിയർ ആയിട്ടുള്ള ഒരു കോളാണ് ഇയാൾക്ക് എവിടെ നിന്ന് വന്നോണ്ടിരിക്കുന്നത്? തിരമാലകളിൽ നിന്ന് ഇയാളെ വിളിച്ചുകൊണ്ടിരിക്കുക. തിരമാലകൾ നേരിട്ട് വന്ന് ഇയാളോട് തിരികെ വീണ്ടും കടലിലേക്ക് വായു എന്ന് പറയുന്ന രീതിക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ഒരു കോൾ ഓഫ് ദ ടൈഡ്, ഈ പറയുന്ന ടൈഡ് അല്ലെങ്കിൽ ഈ പറയുന്ന വേവ്സ് ഇയാളെ വിളിക്കുന്നതുകൊണ്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഡിനൈ ചെയ്യാൻ പറ്റാത്തൊരു കോളായതുകൊണ്ട് ഇയാൾ വീണ്ടും കടലിലേക്ക് പോകാൻ മെയിൻ റീസൺ ആയിട്ട് സെക്കൻഡ് സ്റ്റാൻസിലൊക്കെ പറയുന്നത് എന്തിനാണ്? കോൾ ഓഫ് ദി ടൈഡ് ആണ്. വിച്ച് ഷോസ് ഹിസ് അൺബ്രേക്കബിൾ ബോണ്ട് വിത്ത് ദ സീ. ഈ പറയുന്ന കടലിലേക്ക് ഇയാൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബോണ്ട് ഉണ്ട്. ആ ബോണ്ടിനെ കുറിച്ച് പറയുന്ന ആ ഒരു ലൈൻസ് ആണ് നമ്മൾ ഈ സെക്കൻഡ് സ്റ്റാൻസിൽ കാണുന്നത്. അതേപോലെ തന്നെ ബാക്കി നോക്കാം. ആൻഡ് ഹിസ് വിഷ് ടു എസ്കേപ്പ് ഇൻ ടു ഹിസ് ബ്യൂട്ടി ആൻഡ് പീസ്. ആ പറയുന്ന കടലിന്റെ സൗന്ദര്യത്തിലേക്കും ആ ശാന്തതയിലേക്കും ഇയാൾക്ക് വീണ്ടും ചെന്നെത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, ആ ഒരു വിഷ് ഉണ്ട്. അതും കൂടിയാണ് ഈ പറയുന്ന സ്റ്റാൻസിലൂടെ നമ്മൾ കാണുന്നത്. അപ്പൊ ബേസിക്കലി എന്തൊക്കെയാണ് പറയുന്നത്? ബേസിക്കലി ഇതിനെ പറ്റി പറയുമ്പോൾ സൈറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, കടലിൽ കാണുന്ന കുറച്ച് കാഴ്ചകളെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ തന്നെ കടലുകൾക്ക് കേൾക്കാൻ കഴിയുന്ന കുറച്ച് സൗണ്ടുകളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ബേസിക്കലി പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെയാണ്.
ടോൾ ഷിപ്പ് ഇയാൾക്ക് വേണം. അതേപോലെ തന്നെ ഈ പറയുന്ന കടലിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ ടൈഡ് ഇയാളെ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കണം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അതെന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇയാൾക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല, വേണ്ട ഞാൻ വരില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കുറച്ച് ബേസിക്കലി കാരണങ്ങളാൽ ഇയാൾ വീണ്ടും കടലിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കാം. അവിടെ പോയിട്ട് ഇയാൾ എന്തൊക്കെയാണ് വേണമെന്ന് പറഞ്ഞാൽ ടോൾ ഷിപ്പ് വേണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വൈറ്റ് സെയിൽസ് ഇയാൾക്ക് കാണണം. ഈ പറയുന്ന സംഭവം അടിക്കണം. ഒരു വിൻഡി ഡേ ആയിരിക്കും, നല്ല കാറ്റുള്ള ദിവസമാണെങ്കിൽ ഈ പറയുന്ന കപ്പലിൽ നല്ലൊരു മൂവ്മെന്റ് ഇടാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ദിവസം വിൻഡി ഡേ ആയിരിക്കണം, ഇയാൾക്ക് ഈ കപ്പൽ വേണം. ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇയാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇയാൾക്ക് എന്തൊക്കെ അനുഭവിക്കണം, ഈ പറയുന്ന കാറ്റിന്റെ ശബ്ദവും ആ ഒരു പുലർച്ചെയുള്ള ആ ഒരു ഫോഗ് ഒക്കെ നിറഞ്ഞ ആ ഒരു സമയമൊക്കെ ഇയാൾക്ക് അനുഭവിക്കണം. അപ്പൊ ഇതാണ് ബേസിക്കലി ഫസ്റ്റ് പാരഗ്രാഫ് ആയിട്ട് അപ്രിസിയേഷൻ കൊടുത്തേക്കണം. അടുത്തതാണ് നമുക്കറിയാം ഒരു അപ്രിസിയേഷൻ ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് ചോദിക്കാറ്, തീംസ് ചോദിക്കാറുണ്ട്, അതേപോലെ തന്നെ പോയറ്റിക് ഡിവൈസുകൾ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, അപ്രിസിയേഷൻ എഴുതേണ്ടത്. അപ്പൊ ഇതൊരു ഷോർട്ട് അപ്രിസിയേഷൻ ആയതുകൊണ്ട് നമ്മൾ നേരെ സെക്കൻഡ് പാരഗ്രാഫിൽ വേറൊരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ പോയറ്റിക് ഡിവൈസുകളൊക്കെയാണ്. അപ്പൊ നോക്കുക, ദ പോയറ്റ് യൂസസ് ഡിഫറെന്റ് ടെക്നിക്സ് ടു മേക്ക് ദി പോയം ബ്യൂട്ടിഫുൾ. അപ്പോൾ പോയം കുറച്ചും കൂടി എല്ലാവർക്കും വായിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ഒരു ടോൺ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിറ്റ്സ് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ് എന്ത്, ദ പോയറ്റിക് ടെക്നിക്സ്. ഈ പറയുന്ന നമുക്കറിയാം മെറ്റഫർ, അതേപോലെ തന്നെ ഇമേജറീസ്, അതേപോലെ തന്നെ അലിട്രേഷൻ, പോയട്രി സംഭവങ്ങൾ. അപ്പൊ ഇതൊക്കെ ഈ പോയത്തിൽ ഏതൊക്കെ മേജർ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസുകൾ ഏതാ നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് അലിട്രേഷൻ ആണ്. അലിട്രേഷൻ നമുക്കറിയാം, അലിട്രേഷൻ എന്താണ്, റെപ്പിറ്റേഷൻ ഓഫ് കൺസോണന്റ് സൗണ്ട്സ് ആണ്. അടുത്തടുത്ത് വരുന്ന വാക്കുകളിൽ എ ഇ ഐ യു ഒഴിച്ച് ബാക്കിയുള്ള ലെറ്റേഴ്സിനെ നമ്മൾ എന്താ പറയാ, കൺസോണൻസ് എന്ന് പറയാം. അവരിൽ ഏതെങ്കിലും അക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് എന്ത്, അലിട്രേഷൻ. അപ്പോൾ നോക്കുക, അലിട്രേഷൻ ലൈക്ക് വൈൽഡ് കോൾ ആൻഡ് ക്ലിയർ കോൾ. അപ്പൊ നോക്കുക, ആ സി എന്ന് പറഞ്ഞ ശബ്ദമാണ് റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്, കോൾ ആൻഡ് ക്ലിയർ കോൾ. ഈ കോളിലും ക്ലിയർ കോളിലും എന്ത് വരുന്നുണ്ട്, ക്ല എന്ന് പറഞ്ഞില്ല, സി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലെറ്റർ അല്ലെങ്കിൽ ആ ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതിനെ നമ്മൾ എന്താ പറയാ, അലിട്രേഷൻ എന്ന് പറയാം. ഗിവ്സ് എ മ്യൂസിക്കൽ സൗണ്ട്. അലിട്രേഷൻ ബേസിക്കലി യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും, അവിടെ ബേസിക്കലി നമുക്കൊരു മ്യൂസിക്കൽ സൗണ്ട് ആണ് അവിടെ ആക്റ്റീവ് ആവുക. അലിട്രേഷൻ യൂസ് ചെയ്യുന്ന തന്നെ എന്തിനാണ്, ആ ഒരു ടോൺ കിട്ടാനാണ്. ഈ പറയുന്ന പോയത്തിനൊക്കെ ഇപ്പോ ഷീസെൽ, സീഷെൽസ്, അത് സീഷർ എല്ലാത്തിലും സാ വരുമ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഒരു ടോൺ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം പാട്ടിനൊക്കെ വരുന്ന പോലത്തെ ഒരു ഈണം കിട്ടും. പേഴ്സണിഫിക്കേഷൻ makes the sea സീംസ് എലൈവ്. അതേപോലെ തന്നെ അടുത്തതായിട്ട് കാണുന്ന ഒരു പോയറ്റിക് ഡിവൈസ് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഏതെങ്കിലും ഒരു മനുഷ്യനുള്ള ഒരു കഴിവിനെ ഒരു ജീവനില്ലാത്ത വസ്തു ചെയ്യുന്ന രീതിയിൽ പറയുന്നതാണ് എന്ത്, പേഴ്സോണിഫിക്കേഷൻ. ഇവിടെ പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്തിരിക്കുന്നത് ആസ് എൻ കോൾ ഓഫ് ദി റണ്ണിങ് ടൈഡ്. ഈ പറയുന്ന കോൾ ഓഫ് ദി റണ്ണിങ് ടൈഡ്, അതായത് വേവ്സ് ഇയാളെ വിളിക്കുന്നു. നമുക്ക് മനുഷ്യന്മാർക്കാണ് ഓരോ ആൾക്കാരെ വിളിക്കാനുള്ള കഴിവുകളുള്ളത്. അപ്പോൾ ഈ പറയുന്ന വിളി എന്ന് പറയുന്ന സംഭവം, കോളിംഗ് എന്ന് പറയുന്നത് ഇവിടെ എവിടെ നിന്നാണ്, വേവ്സിൽ നിന്നാണ്, തിരമാലകളിൽ നിന്നാണ്. അപ്പൊ അതെന്താണ്, പേഴ്സോണിഫിക്കേഷൻ ആണ്. വേവ്സ്, അതായത് മനുഷ്യന്മാരാണ് കോൾ ചെയ്യുക, പക്ഷെ ഇവിടെ ആരെ കൊണ്ടാണ് കോൾ ചെയ്യിപ്പിച്ചേക്കണേ, ഈ പറഞ്ഞ വേവ്സിൽ നിന്നാണ്. അപ്പൊ എന്താണ് അവിടെ, പേഴ്സോണിഫിക്കേഷൻ ആണ്, പോയറ്റിക് ഡിവൈസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. The metaphor gypsy life compares the sailor to a gypsy, showing his wish for freedom. അപ്പൊ നമുക്കറിയാം, നമുക്ക് ബേസിക്കലി അറിയുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് പോയറ്റിക് ഡിവൈസുകളാണ് സിമിലി, മെറ്റഫർ. രണ്ടും ചിലർക്ക് മാറി പോകാറുണ്ട്. നമുക്കറിയാം സിമിലി എന്ന് പറഞ്ഞാലും കമ്പയറിംഗ് ആണ്, അതേപോലെ തന്നെ ഇവിടെയും ചെറിയൊരു കമ്പാരിസൺ ആണ് വരുന്നത്. പക്ഷെ മെറ്റഫറിലെ കമ്പാരിസൺ എന്താണ്, ഉറപ്പിച്ച് പറയാണ്, ഇത് ഇന്നതുപോലെയാണെന്ന് ഉറപ്പിച്ച് പറയുന്നതിനാണ് മെറ്റഫർ എന്ന് പറയുന്നത്. സിമിലി എന്താണ്, ആസ്, സോ, ലൈക്ക്. ഈ മൂന്ന് വേർഡ്സ് നോക്കിയിട്ടാണ് നമ്മൾ മിക്കപ്പോഴും എന്ത് കണ്ടുപിടിക്കാറ്, സിമിലി കണ്ടുപിടിക്കാറ്. ആസ്, സോ, ലൈക്ക് വന്നാൽ എന്താണ്, പോലെ. ഇപ്പോൾ ഷീസ് ലൈക്ക് എ റോസ്, അവൾ ഒരു റോസിനെ പോലെയാണ്. പക്ഷെ ഷീ ഈസ് എ റോസ്, അവൾ ഒരു റോസ് ആണ്. അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ളത് എന്താണ്, മെറ്റഫർ. പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും ഇല്ലാത്ത രണ്ട് സംഭവങ്ങളെ കമ്പയർ ചെയ്ത് ഉറപ്പിച്ച് പറഞ്ഞാൽ മെറ്റഫറും, ആസോ ലൈക്ക് പോലെ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാൽ സിമിലിയാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഇയാളെ ഒരു ജിപ്സി ലൈഫ്, അതായത് ഒരു വാഗബൺ, നാടോടിയുടെ ഒക്കെ ലൈഫിനോട് ഇയാളെ കമ്പയർ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. നോക്കിയ സെയിലർ ടു എ ജിപ്സി, സെയിലറിന് ഒരു നാടോടിനോട് കമ്പയർ ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്താണ്, മെറ്റഫർ ആണ് അവിടെ യൂസ് ചെയ്ത് വന്നേക്കുന്ന ആ ഒരു പോയറ്റിക് ഡിവൈസ്. ഷോയിങ് ഹിസ് വിഷ് ഫോർ ഫ്രീഡം. അതെന്തിനാണ് സൂചിപ്പിക്കുന്നത്, അയാൾക്ക് ഫ്രീഡത്തിനോടുള്ള ഒരു ആഗ്രഹം. കാരണം എന്താണ്, ഇതിൽ പോയത്തിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് ലാസ്റ്റ് സ്റ്റാൻസിൽ, അതായത് ഇയാൾക്ക് വീണ്ടും വീണ്ടും കടലിലേക്ക് പോകുന്നുണ്ട്. അയാളുടെ ഒരു ഉറപ്പിച്ച് പറയുന്ന സമയത്ത് ഇയാൾ പറയാണ് ഇയാൾക്ക് ഒരു ജിപ്സി ലൈഫ് വേണം. ജിപ്സികൾക്ക് എങ്ങനെയാണ്, അവർക്ക് പ്രത്യേകിച്ച് റീസൺസ് ഒന്നും ഇല്ല, ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ഒരു റൂൾ ഒന്നും അവർക്കില്ല. അവർക്ക് ഇഷ്ടം പോലെ, ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, ആരോടും ഒരു കമ്മിറ്റ്മെന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊന്നും, ഇഷ്ടമുള്ള പോലെ തോന്നിയ പോലെ ജീവിക്കുക. ആ ഒരു ലൈഫ്, ആ ഒരു ഫ്രീഡം ആണ് അവിടെ കൂടുതലുള്ളത്. ആ ഒരു ലൈഫ് കൂടുതൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് വീണ്ടും കടലിലോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം കാണിക്കുന്നത് ഫ്രീഡത്തെ പറ്റിയാണ്. These techniques help the reader feel the poet's love for the sea. ഈ ടെക്നിക് ഒക്കെ യൂസ് ചെയ്യുന്ന എന്തിനാണ്, റീഡർക്ക്, അതായത് വായനക്കാർക്ക് പോയറ്റിന്റെ ഈ പറയുന്ന കടലിനുള്ള ഇഷ്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാൻസയിൽ എന്ത് യൂസ് ചെയ്തേക്കുന്നത്, ഈ പറയുന്ന
പോയറ്റിക് ഡിവൈസുകൾ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് യൂസ് ചെയ്തേക്കണം. അപ്പോൾ ലാസ്റ്റ് ചാൻസിൽ നമുക്കറിയാം ചെറിയ അപ്രിസിയേഷൻ ആണെന്ന് പറഞ്ഞു. 5 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് 5 മാർക്ക് ഈ ഒരു അപ്രിസിയേഷൻ പഠിച്ചാൽ മേടിക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റ് ചാൻസ് നമുക്കറിയാം, ലാസ്റ്റ് പാരഗ്രാഫ് നമുക്കറിയാം എന്തിനെ പറ്റിയായിരിക്കും. ആ ഒരു എൻഡിങ് ആയിരിക്കും, കൺക്ലൂഷൻ കൊടുക്കുന്നതാണ് ലാസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. സീ ഫീവർ ഷോസ് ദ പോയിറ്റ്സ് ഡീപ് വിഷ് ടു റിട്ടേൺ ടു ദ സീ. ഈ പറഞ്ഞ സീ ഫീവർ എന്നുള്ള ഒരു കവിത എന്തിനെ പറ്റിയാണ് പറയുന്നത്? കടലിലേക്ക് വീണ്ടും വീണ്ടും തിരിച്ചു പോകാനുള്ള ഈ പോയിറ്റിന്റെ ആഗ്രഹത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ ഒരു കടലുള്ള ഒരു ഒബ്സഷനെ പറ്റിയാണ് ലാസ്റ്റ് നമ്മുടെ ഈ ഒരു പോയത്തിൽ കൺക്ലൂഡ് ചെയ്ത് വെക്കുന്നത്. മൊത്തം വായിച്ചാൽ തന്നെ നമുക്കറിയാം ഇയാൾക്ക് എന്താണ്, ഇയാൾ ഈ പറഞ്ഞ ഒരു സെയിലർ ആയിരുന്നിരിക്കാം. അപ്പൊ വീണ്ടും വീണ്ടും ഇപ്പൊ സെയിലർ അല്ലെങ്കിലും വീണ്ടും വീണ്ടും എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് എന്തെങ്കിലും കാരണങ്ങൾ ഇയാൾ തേടി വരികയാണ്. എന്തിനു വേണ്ടി? ഈ പറഞ്ഞ കടലിലേക്ക് വീണ്ടും വീണ്ടും പോകാൻ വേണ്ടിയിട്ട്. ദ പോയം ഡിസ്ക്രൈബ്സ് ബ്യൂട്ടി, അഡ്വഞ്ചർ ആൻഡ് പീസ് ഇൻ സിമ്പിൾ ബട്ട് പവർഫുൾ ലൈൻസ്. ഈ പറയുന്ന കാര്യങ്ങൾക്ക്, അതായത് കടലിന്റെ ബ്യൂട്ടി, അതേപോലെ തന്നെ ആ ഒരു അഡ്വഞ്ചർ സിസ്റ്റം, അതേപോലെ തന്നെ ആ ഒരു ശാന്തത, അയാൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്രീഡം, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് പക്ഷെ പവർഫുൾ ലൈൻസിലൂടെയാണ് നമ്മുടെ ജോൺ മേസ്ഫീൽഡ് ഈ കവിതയിൽ പറയുന്നത്. ഇറ്റ് മേക്സ് ദ റീഡർ ഫീൽ ദ പോയിറ്റ്സ് ലവ് ഫോർ നേച്ചർ ആൻഡ് ഫ്രീഡം. നോക്കാം, ഇറ്റ് മേക്സ് ദ റീഡർ, ഈ പറയുന്ന ഇത് വായിക്കുമ്പോൾ നമ്മൾ വായനക്കാർക്ക് പോലും എന്താണ് തോന്നുന്നത്? ഈ പറയുന്ന കടലിലേക്ക് വീണ്ടും വീണ്ടും പോകണം, അല്ലെങ്കിൽ ആ പോയിറ്റിന് എത്രത്തോളം ഈ പറയുന്ന പ്രകൃതിയോടും നേച്ചറിനോടും ഫ്രീഡത്തിനോടും ഒക്കെ ഉള്ള ഒരു ആഗ്രഹവും സ്നേഹവും ഉണ്ടെന്ന് നമുക്ക് ഈ കവിതയിലൂടെ സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കൊണ്ടിരിക്കണം. അപ്പൊ ബേസിക്കലി ഇത്രയാണ് ഈ ഒരു ഷോർട്ട് അപ്രിസിയേഷൻ ഉള്ളത്. നമുക്ക് 2 അപ്രിസിയേഷൻ ആയിട്ടാണ് നമ്മൾ ഇത്, നമ്മുടെ നോട്ടിൽ വേറെ അപ്രിസിയേഷൻ ആണ്, പക്ഷെ ഇത് കുറച്ചും കൂടി ഷോർട്ടാണ്. കുറച്ചുകൂടി ഷോർട്ട് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 എണ്ണമാണ് ഉള്ളത്, 3 പാരഗ്രാഫ് ആയിട്ടാണ്. ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്താണ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കാണ്. രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? പോയറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഇമേജറി സംഭവങ്ങളൊക്കെ രണ്ടാമത്തെ പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കൺക്ലൂഷൻ ആയിട്ട് അല്ലെങ്കിൽ മെസ്സേജ് തീംസ് കാര്യങ്ങളാണ് ബേസിക്കലി ഷോർട്ട് ചെയ്ത് കൺക്ലൂഷൻ പാരഗ്രാഫിൽ, അതായത് 3rd പാരഗ്രാഫിൽ തന്നിരിക്കും. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, നമുക്ക് ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ബേസിക്കലി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു അപ്രിസിയേഷൻ ആണ് ഇത്. കുറച്ചും കൂടി വലുതാണ് നമ്മുടെ നോട്ടിലുള്ളത്, പക്ഷെ ഏതാണ് നമുക്ക് എളുപ്പം അത് പഠിക്കാം. പക്ഷെ ഇത് കുറച്ചും കൂടി ഈസിയാണ്, കുറച്ചും കൂടി കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട കാര്യമില്ല. ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ഷോർട്ടൻ ചെയ്താണ് ഈ ഒരു അപ്രിസിയേഷൻ വരുന്നത്. അപ്പൊ അത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വരണം. താങ്ക് യു.